ജനലക്ഷങ്ങളെ ദൈവാനുഭവത്തിൻ്റെ നെറുകയിലെത്തിച്ച പോട്ട ധ്യാനമന്ദിരത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്, വർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. ഏറെ സന്തോഷമുണ്ടെന്ന്, കാരണം 35ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ്റെ കാൽനാട്ടൽ കർമ്മം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണിത്. കോട്ടയെന്ന പുണ്യഭൂമി വചനമാരി പെയ്തിറങ്ങവേ, കോട്ടയെന്ന പുണ്യഭൂമി വചനമാരി പെയ്തിറങ്ങവേ, ജനപ്രളയമായി മാറിടും കൺവെൻഷൻ ആഗതമായി, ജനപ്രളയമായി മാറിടും കൺവെൻഷൻ ആഗതമായി. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകളായിട്ട് ജനലക്ഷങ്ങൾ വന്നിറങ്ങിപ്പോയൊരു സ്ഥലമാണ്. പരിശുദ്ധാത്മാവ് അനേകരെ തൊട്ടുണർത്തിയ, കാലത്തെ, ദേശത്തെ, വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ച, അനേകം രോഗികൾ അത്ഭുതകരമായ സൗഖ്യത്തിലൂടെ കടന്നുപോയൊരിടം, വളരെയേറെ കുടുംബങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത ഒരു ശുശ്രൂഷ ഉയർന്നു വന്നൊരു സ്ഥലം. പ്രിയമുള്ളവരെ, ഈ 35ാമത്തെ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 14 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ വലിയ നോമ്പ് പിടിച്ച് ആദ്യത്തെ ആഴ്ച നോമ്പിൻ്റെ അരൂപിയിൽ ദൈവവചനത്തിന് കാതോർത്തുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പോട്ട ആശ്രമത്തെയും ആശ്രമത്തിലെ ശുശ്രൂഷകളെയും നന്ദിയോടെ ഓർക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ആശ്രമത്തിലേക്ക് വരിക. 14 മുതൽ 18 വരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ശുശ്രൂഷയുടെ ഭാഗമായി മാറാം. ഇനി ദൂരങ്ങളിലുള്ളവർക്കാണെങ്കിൽ വീടുകളിലിരുന്ന് പോട്ട വിഷൻ യൂട്യൂബ് ചാനലിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാം. ഗുഡ്നസ് TV ലൈവിലൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറാം. ഈ ശുശ്രൂഷകളെല്ലാം വീടുകളിലിരുന്നും വിദൂരങ്ങളിലിരുന്നും ഒക്കെ പങ്കെടുക്കാനായിട്ടുള്ള അവസരം ഒരുക്കി തരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർക്കണം കേട്ടോ. ഈ 1 മാസക്കാലം കഴിയുമെങ്കിൽ ഒരു ജപമാല ഈ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.